ഹായ്, ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ യൂണിറ്റ് 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡോക്യുമെൻറ്റേഷൻ യൂസിങ് എ വേർഡ് പ്രൊസസ്സർ. ഇപ്പോൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വേർഡിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു വീടിൻ്റെ വിൻഡോ തുറന്നു വരുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക, അതിലുണ്ടാവുന്ന ഡിഫറെൻറ്റ് മെയിൻ ആയിട്ടുള്ള കുറച്ച് റിബൺ, അതേപോലെ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടൺ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു വേർഡ് ഡോക്യുമെൻറ്റിൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഒരു ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന് ബോർഡേഴ്സ് അതേപോലെ മാർജിൻസ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, അതേപോലെ അതെങ്ങനെ സേവ് ചെയ്യുന്നു, ദെൻ പേജ് ഫോർമാറ്റിംഗ് എന്ന് പറയും. പേജ് ഫോർമാറ്റിംഗിൽ ഡിഫറെൻറ്റ് ആസ്പെക്റ്റ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം തൊട്ട് മുന്നത്തെ വീഡിയോ കാണാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ മുകളിലെ ലിങ്കിൽ ആ വീഡിയോ കൊടുക്കാൻ കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ വർക്കിംഗ് വിത്ത് ഡോക്യുമെൻറ്റ്, ഒരു ഡോക്യുമെൻറ്റ് നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് നേരിട്ട് പോകാം. സോ ഒരു ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ക്രിയേറ്റ് എ ന്യൂ ഡോക്യുമെൻറ്റ്. നിങ്ങൾക്കറിയാം, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബട്ടൺ അല്ലേ, ഇവിടെ കാണുന്ന ഈ മൗസ് പോയിന്റ് കാണുന്ന ഈ ബട്ടൺ നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടൺ ആണ്. സോ ഈ മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അവിടെ ന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, ന്യൂ എന്നുള്ള ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സജഷൻ അല്ലെങ്കിൽ ഒരു ഓപ്ഷനാണത്. ഓക്കെ, ഓഫീസ് ബട്ടൺ ക്ലിക്ക് ന്യൂ ഓൺ ദാറ്റ് ഡ്രോപ്പ് ഡൗൺ മെനു. അല്ലെങ്കിൽ ഒരു ഷോർട്ട് കട്ട് കീസ് ഉണ്ട്, Ctrl+N. അപ്പോൾ നിങ്ങൾ ഈ ഷോർട്ട് കട്ട് കീസ് ഒക്കെ ഓർത്ത് വെക്കുക. ചിലപ്പോൾ വൺ വേർഡ് ചോദിക്കാറുണ്ട്, ദി ഷോർട്ട് കട്ട് കീസ് ഓഫ് ക്രിയേറ്റിംഗ് എ ന്യൂ ഡോക്യുമെൻറ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പം ഈ ഷോർട്ട് കട്ട് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കണം നിങ്ങൾ. അപ്പോൾ ഇതാണ് ഒരു ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ്. ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ന്യൂ ഡോക്യുമെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ Ctrl+N ക്ലിക്ക് ചെയ്യുക. സോ ഇങ്ങനെയാണ് ആ ഒരു മെനു വരുന്നത്. ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ന്യൂ കാണും, നിങ്ങൾക്ക് ഒരു പേജിൻ്റെ ചിഹ്നമൊക്കെ ആയിട്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്കൊരു ന്യൂ പേജ് ക്രിയേറ്റ് ചെയ്യാം. സോ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു മെനു തുറന്നു വരും. ഓക്കെ, യു ഹാവ് മെനി ചോയ്സസ് അബൌട്ട് ദ ടൈപ്പ് ഓഫ് ഡോക്യുമെൻറ്റ് യു ക്യാൻ ക്രിയേറ്റ്. സോ ന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ Ctrl+N ക്ലിക്ക് ചെയ്താൽ ഒരു ബോക്സ് തുറന്നു വരും. അതിൽ നിങ്ങൾക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ഡോക്യുമെൻറ്റ് ചൂസ് ചെയ്യാൻ പറ്റും. ലെറ്റർ ആണോ, A4 ആണോ, എന്താണോ നിങ്ങൾ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ടൈപ്പ് ചൂസ് ചെയ്യണം. അതാണ് നെക്സ്റ്റ് സ്റ്റേജ്. സോ ഇഫ് യു വിഷ് ടു സ്റ്റാർട്ട് വിത്ത് എ ബ്ലാങ്ക് ഡോക്യുമെൻറ്റ്, ക്ലിക്ക് ഓൺ ബ്ലാങ്ക്. ഒരു എക്സാമ്പിൾ ആണ്, ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള പേജ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്ലാങ്ക് വെക്കാം. അല്ലെങ്കിൽ ഒരു കവർ പേജ് ആണെങ്കിൽ കവർ പേജ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ലെറ്റർ ആണ് ലെറ്റർ, A3 സൈസ് ആണെങ്കിൽ A3 സൈസ്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ ഒരു സ്റ്റൈൽ, ഡിസൈൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. ഇവിടെ ബ്ലാങ്ക് ആണോ ഏതാണെന്നുള്ളത്. സോ ന്യൂ ഡോക്യുമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റൈൽ ചൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക്. ദെൻ ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ സ്റ്റെപ്പുകൾ ഇതേപോലെ എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ സ്റ്റെപ്പ് വൈസ് തന്നെ എഴുതിയാലേ നിങ്ങൾക്ക് എക്സാമിനും മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഒന്ന് ഓർത്ത് വെക്കുക. ഓഫീസ് ബട്ടൺ ന്യൂ, അല്ലെങ്കിൽ Ctrl+New ഒരുമിച്ച് പ്രസ് ചെയ്യുക. ദെൻ ഈ ഒരു മെനു തുറന്നു വരും. അതിൽ നിങ്ങൾക്ക് വേണ്ട സ്റ്റൈൽ, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഫയലാണോ ഡോക്യുമെൻ്റ് ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ചൂസ് ചെയ്യുക, ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ഒരു ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. സോ നിങ്ങൾ ലാപ്ടോപ്പൊക്കെ ഉള്ളവർ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ. ദെൻ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പം ഒരു ന്യൂ ഡോക്യുമെൻറ്റ് തുടങ്ങുന്നത്. ഇനി രണ്ടാമത്തത് ഓപ്പണിങ് ആൻ എക്സിസ്റ്റിംഗ് ഡോക്യുമെൻറ്റ്. ഓൾറെഡി നിങ്ങൾ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, തുറക്കണം. ഇത് എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. ഇൻ കേസ് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിലാണ് ഞാൻ പറയുന്നത്. പ്ലസ് നിങ്ങൾ എക്സാമിന് ചോദിക്കുമ്പം നിങ്ങൾ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്കും കിട്ടുള്ളൂ. അത് ഒന്ന് ഓർത്ത് വെക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതിയിട്ടില്ലെങ്കിൽ എക്സാമിന് മാർക്ക് കിട്ടില്ല. അതൊന്ന് ഓർത്ത് വെക്കുക. സോ ഹൗ ടു ഓപ്പൺ ആൻ എക്സിസ്റ്റിംഗ് ഡോക്യുമെൻറ്റ് ഇൻ യുവർ ലാപ്ടോപ്പ് ഓർ PC. അതിന് 3 ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, ക്ലിക്ക് ഓൺ MS ഓഫീസ് ബട്ടൺ ആൻഡ് ക്ലിക്ക് ഓപ്പൺ. നമുക്ക് അറിയാവുന്ന തന്നെയാണ്. അവിടെ ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഡ്രോപ്പ് ഡൗൺ ആര് വരും, അതിൽ ഓപ്പൺ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം നിങ്ങൾക്ക്. ആ ഓപ്പൺ ക്ലിക്ക് ചെയ്താൽ ഒരു ബോക്സ് തുറന്നു വരും. അതിൽ നിങ്ങൾ ബ്രൗസ് ചെയ്തിട്ട് ഏതാണോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഡോക്യുമെൻറ്റ് അത് ചൂസ് ചെയ്യുന്നു, ഓപ്പൺ അടിക്കുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തത് പ്ലസ് ഷോർട്ട് കട്ട് കീ ആണ്. അതിൻ്റെ പ്രസ് Ctrl+O. കൺട്രോളും ഓയും ഒരുമിച്ച് പ്രസ് ചെയ്തിരിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ബോക്സ് തുറന്നു വരും. അതിന്ന് നിങ്ങൾ വേണ്ടത് ബ്രൗസ് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. ദെൻ വേറൊരു ഓപ്ഷൻ ഉള്ളത്, നിങ്ങൾ ഈ ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഒരു മെനു കാണും. ഈ ന്യൂ ഓപ്പൺ എന്നൊക്കെ പറഞ്ഞ മെയിൻ മെനുവിൻ്റെ പുറമെ റൈറ്റ് സൈഡിലേക്ക് കുറച്ചും കൂടി ഒരു മെനു കാണും. അവിടെ നിങ്ങൾ റീസെൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സേവ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ് ലിസ്റ്റ് ചെയ്യും. അവിടുന്ന് ഏതെങ്കിലും ഒന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്യാൻ പറ്റും. ഒരു 6-7 ഡോക്യുമെൻ്റ് ഒക്കെ എന്ത് ചെയ്യും, സാധാരണ ലിസ്റ്റ് ചെയ്യാറുണ്ട്, റീസെൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്. അതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊന്നും സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഓഫീസ് ബട്ടൺ
ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ അടിക്കുന്നു. രണ്ടാമത്തത് ഷോർട്ട് കട്ട് കീ ആണ്, Ctrl+O. ദെൻ മൂന്നാമത്തത് റീസെൻറ്റ് ഡോക്യുമെന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അതൊന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾറെഡി നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റും, ഒരു വേർഡ് ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. സോ ഇത് എല്ലാം ക്ലിക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആദ്യത്തെ രണ്ടെണ്ണം ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബോക്സ് തുറന്നു വരും. ആ ബോക്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതാണോ നിങ്ങളുടെ ഫയൽ അത് സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ കൊടുത്താൽ മതി. അറിയാവുന്ന തന്നെ ആയിരിക്കും ഒരു ഇതെല്ലാവർക്കും. So each method will show an open dialog box. Choose the file and click open button. ഇനി എങ്ങനെയാണ് ഒരു ഫയൽ സേവ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലേ. നിങ്ങളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്താൽ അത് പെർമനൻ്റ് ആയിട്ട് കമ്പ്യൂട്ടറിൽ നമുക്ക് റീയൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അത് സേവ് ചെയ്ത് വെക്കണം. അപ്പോൾ സേവിങ്ങിൻ്റെ ഓപ്ഷൻസ് ആണ് പറയുന്നത്. ക്ലിക്ക് MS ഓഫീസ് ബട്ടൺ ആൻഡ് ക്ലിക്ക് സേവ് ഓർ സേവ് ആസ്. അഗെയിൻ MS ഓഫീസ് ബട്ടൺ തന്നെയാണ് ഇവിടെയുള്ളത്. അതിൽ സേവ് ബട്ടൺ ഉണ്ടാവും അല്ലെങ്കിൽ സേവ് ആസ് ഉണ്ടാവും. അതിലേതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യാം. എപ്പോഴും സേവ് ആസ് ക്ലിക്ക് ചെയ്യുന്നതാണ് ഫസ്റ്റ് ടൈം നിങ്ങൾ സേവ് ചെയ്യുമ്പം ബെറ്റർ ഓപ്ഷൻ. രണ്ടാളും സെയിം ആണെങ്കിലും സേവ് ആസ് അടിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റിലേക്ക് വേണമെങ്കിൽ ആ ഡോക്യുമെൻറ്റിന് സേവ് ചെയ്യാൻ പറ്റും. സേവ് അടിച്ചു കഴിഞ്ഞാൽ അത് ആ വേർഡ് ഫയലായിട്ട് മാത്രമേ സേവ് ചെയ്യുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പം വേർഡ് 2007 വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ 2007 വെച്ചിട്ട് സേവ് ആസ് അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പത്തെ വേർഷനിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സേവ് ആസ് PDF ആക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ സേവ് അടിച്ചു കഴിഞ്ഞാൽ ഏതാണ് നിങ്ങൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന MS വേർഡിൻ്റെ വേർഷൻ, ആ വേർഷനിലേക്കാണ് അത് എന്ത് ചെയ്യുക, സേവ് ആവുക. സോ സേവിങ്ങിൻ്റെ ഓപ്ഷൻ MS ഓഫീസ് ബട്ടൺ, ദെൻ ക്ലിക്ക് സേവ് ഓർ സേവ് ആസ് ബട്ടൺ. ഏത് ക്ലിക്ക് ചെയ്താലും ഒരു മെനു തുറന്നു വരും. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് ഫോൾഡറിലാണ് നിങ്ങൾ സേവ് ചെയ്യേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അവിടെ ഡോക്യുമെൻറ്റിന് ഒരു പേര് കൊടുക്കുന്നു, സേവ് അടിക്കുന്നു. ദെൻ ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ ഷോർട്ട് കട്ട് കീ ആണ്. പ്രസ് Ctrl+S. കീബോർഡിലെ കൺട്രോളും എസ്സും ഒരുമിച്ച് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ബട്ടൺ അടിക്കാൻ പറ്റും. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉള്ളത് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ എന്തുണ്ടാവും, സേവിൻ്റെ ഒരു ബട്ടൺ കാണാൻ പറ്റും നമുക്ക്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് അടിക്കാൻ പറ്റും. സോ ദർ ആർ 3 ഓപ്ഷൻസ്. ഇതാണ് ഓഫീസ് ബട്ടൺ വഴി പോകുന്നത്. ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, സേവ് ഓർ സേവ് ആസ്, ഇത് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. തൊട്ട് മുമ്പേ ഞാൻ പറഞ്ഞ റീസെൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഇതാ ഇവിടെ കാണാം നിങ്ങൾക്ക്. ഈ ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഓപ്പണിംഗ് ഫയലാണ് പറയുന്നത്. ഈ ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു മെനു വരും. കൂടെ തന്നെ റീസെൻറ്റ് ഡോക്യുമെൻറ്റ്സ് കാണും. ഇവിടെ നിങ്ങൾ ഏറ്റവും അവസാനം വർക്ക് ചെയ്ത കുറച്ച് ഡോക്യുമെൻറ്റ്സ് കാണാൻ പറ്റും. അതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ പറ്റും. തൊട്ട് മുമ്പത്തെ ടോപ്പിക്കാണത്. സോ സേവിങ് ഓപ്ഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ വർക്കിംഗ് ഓൺ മൾട്ടിപ്പിൾ ഡോക്യുമെൻറ്റ്സ്. നിങ്ങൾക്കറിയാം വേർഡിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡോക്യുമെൻറ്റ് മാത്രമല്ല, ഒരു 3-4 ഫയൽസ് ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഒരേ സമയത്ത് തുറന്നു വെച്ചിട്ട് അതിൽ വർക്ക് ചെയ്യാൻ പറ്റും. അറ്റ് എ ടൈമിൽ ഒന്ന് നിങ്ങൾ സ്ക്രീനിൽ കാണുമെങ്കിലും 4-3 ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, അതിൽ കൂടുതലും മൾട്ടിപ്പിൾ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരേ സമയത്ത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ സൈമിൾട്ടേനിയസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്വിച്ച് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും. വർക്കിംഗ് ഓൺ മൾട്ടിപ്പിൾ ഡോക്യുമെൻറ്റ് അതാണ് പറയുന്നത്. സോ സെവറൽ ഡോക്യുമെൻറ്റ്സ് ക്യാൻ ബി ഓപ്പൺഡ് സൈമിൾട്ടേനിയസ്ലി. ഒരേ സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഫയൽസ്, വേർഡ് ഫയൽസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഓപ്പൺ ചെയ്യാൻ പറ്റും കമ്പ്യൂട്ടറിൽ. എന്നിട്ട് അതിലെന്ത് ചെയ്യാൻ പറ്റും, മാറി വർക്ക് ചെയ്യാൻ പറ്റും. ഓൾ ഓപ്പൺ ഡോക്യുമെൻ്റ് ആർ ലിസ്റ്റഡ് ഇൻ ദി വ്യൂ ടാബ് ഓഫ് ദി റിബൺ. നിങ്ങൾക്ക് റിബൺ എന്താണെന്ന് പറഞ്ഞു, ആ റിബണിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുവരെ ഓപ്പൺ ചെയ്ത് വെച്ച അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് വെച്ച എല്ലാ ഡോക്യുമെൻറ്റിനും അവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കണം. ഓരോരോ ടാബായിട്ട്. ഇപ്പം ബ്രൗസറിലൊക്കെ നിങ്ങൾ ഒരു ടാബിൽ നിന്ന് വേറെ ടാബ് തുറക്കുന്നുണ്ടാവും അല്ലെ. ഒന്ന് ഗൂഗിൾ, ഒന്ന് യൂട്യൂബ് മ്യൂസിക് കേൾക്കുന്നുണ്ടെങ്കിൽ വേറെ ഒന്ന് വിക്കിപീഡിയ, അങ്ങനെയൊക്കെ തുറന്നു നോക്കാൻ പറ്റും. ഒരുപാട് ടാബ് തുറന്നു നോക്കാൻ പറ്റും. അതേപോലെ തന്നെ വേർഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ഫയൽസ് ഒരേ സമയത്ത് തുറന്നു വെക്കാൻ പറ്റും. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫയൽസ് തുറന്നു വെക്കാൻ പറ്റും. അതാണ് വർക്കിംഗ് ഓൺ മൾട്ടിപ്പിൾ ഡോക്യുമെൻറ്റ്സ് പറയുന്നത്. സോ കറണ്ട് ഡോക്യുമെൻറ്റ് ആസ് എ ചെക്ക് മാർക്ക് ബിസൈഡ് ദ ഫയൽ നെയിം. സോ നിങ്ങൾ ഒരുപാടെണ്ണം തുറന്നു വെക്കുമ്പം ഏതാണ് നിങ്ങൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത് കാണാൻ വേണ്ടി അവിടെ ഒരു ചെക്ക് മാർക്ക് ഉണ്ടാവും, ഒരു ടിക്ക് മാർക്ക് ഉണ്ടാവും. ആ ടിക്ക് മാർക്ക് ഉള്ളതാണ് നിങ്ങൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന ഫയൽ ഉണ്ടാവുക. ബാക്കിയെല്ലാം അവിടെ സൈഡിൽ ഉണ്ടാവുന്നേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ആ സമയത്ത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ആക്സസ് ചെയ്യണമെങ്കിൽ അതിലേക്ക് എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ സാധാരണ ബ്രൗസറിലൊക്കെ ക്ലിക്ക് ചെയ്യുന്ന പോലെ തന്നെ. സോ ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ കാണിക്കുന്നത് ഇവിടെ. ഡോക്യുമെൻറ്റ്, വേർഡ് ഡോക്യുമെൻറ്റ് സ്റ്റാറ്റിസ് ആൻഡ് ഡോക്യുമെൻറ്റ് 2 സംതിങ് ലൈക്ക് ദാറ്റ്. 2 പേര് കാണാം നിങ്ങൾക്ക്. ഇപ്പം ഇവിടെ കാണാൻ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച ഈ രണ്ടാമത്തെ ഫയലാണ് ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നത്. സോ ഇതാണ് മൾട്ടിപ്പിൾ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് തുറക്കാൻ കിട്ടും. കാരണം ഇവിടെ ഒരു ഫയൽ, ഇത് രണ്ടാമത്തെ ഫയൽ. ഇനിയും ഫയൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും, തുറക്കാൻ പറ്റും. അത് ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. നിങ്ങൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന ഫോൾഡർ അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ചെയ്യും ഇവിടെ അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, ഇതാണ് വർക്കിംഗ് ഓൺ മൾട്ടിപ്പിൾ ഡോക്യുമെൻറ്റ്സ്. ദെൻ ക്ലോസിങ് എ ഡോക്യുമെൻറ്റ് അറിയാവുന്നതാണ് എല്ലാവർക്കും അല്ലേ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രം MS ഓഫീസ് ബട്ടൺ
ആൻഡ് ക്ലോസ്. ക്ലിക്ക് MS ഓഫീസ് ബട്ടൺ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, അതിൽ അടിയിൽ ഓപ്ഷൻ ഉണ്ട്, ക്ലോസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ആ ഫയൽ ക്ലോസ് ചെയ്യാനാണ്. രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങളെ ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ, ഓഫീസ് ബട്ടൺ ക്ലോസ്. രണ്ടാമത്തെ ഓപ്ഷൻ ഫ്രം ദ റൈറ്റ് അപ്പർ കോർണർ ഓഫ് ദ വിൻഡോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. ക്ലോസ് ബട്ടൺ എവിടെ ഉണ്ടാവും, എല്ലാ ഡോക്യുമെൻറ്റ് വിൻഡോസിലെ എല്ലാ ഫയൽസിൻ്റെയും ഓപ്പൺ ചെയ്താൽ അതിൻ്റെ ടോപ്പ് റൈറ്റിൽ ഒരു ക്ലോസ് ബട്ടൺ ഉണ്ടാവും അല്ലേ, ഇൻറ്റു മാർക്ക്, അത് വെച്ച് ക്ലിക്ക് ചെയ്യാൻ പറ്റും, ഒരു ഡേറ്റ് ഡോക്യുമെൻറ്റ് ക്ലോസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ബട്ടൺ, അറിയാത്തവരുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓപ്പൺ ചെയ്യുന്നത്, സേവ് ചെയ്യുന്നത്, ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്, ക്ലോസ് ചെയ്യുന്നത്, ഇത്രയും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേജ് ഫോർമാറ്റിംഗ് ആണ്. ഓക്കെ, അപ്പം പേജ് ഫോർമാറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വേർഡ് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ബ്ലാങ്ക് പേജിൽ അല്ലെങ്കിൽ ഒരു പേജ് ഉണ്ടാവും അതിന്. നിങ്ങളിപ്പോൾ ഒരു എക്സാം എഴുതാന്ന് വിചാരിക്കും, എക്സാം എഴുതുമ്പോൾ നമ്മളൊരു പേജ് കിട്ടിക്കഴിഞ്ഞാൽ ചിലർ അതിന് മാർജിൻ വരയ്ക്കുന്നത് കാണാം അല്ലേ, 2 ഭാഗത്ത് മാർജിൻ ഉള്ളവരുണ്ട്, 4 ഭാഗത്ത് മാർജിൻ ഉള്ളവരൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ, പേജ് അധികം കൂട്ടാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ നിങ്ങൾ ഒരുപാട് രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളൊരു അസൈൻമെൻറ്റ് ചെയ്താണെങ്കിൽ അതിൽ നിങ്ങൾ എന്ത് ചെയ്യും, ബോർഡർ 2 ലൈനൊക്കെ വരയ്ക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും കാണാറുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. ഒരു പേജ് നിങ്ങൾക്ക് ഫോർമാറ്റ് നിങ്ങൾ മാനുവലി ചെയ്യാറുണ്ട്, നിങ്ങൾ സാധാരണ ഒരു A4 ഷീറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ഒരു വേർഡ് ഡോക്യുമെൻറ്റ് തുറന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ പേജ് ഒന്ന് എന്ത് ചെയ്യണം, നിങ്ങളുടെ ആവശ്യാനുസരണം സെറ്റ് ചെയ്യണം. അതിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ മാർജിൻ വേണോ, എത്ര ബോർഡർ വിടണം, സൈഡിൽ നിന്ന് എത്ര വിടണം, അതിലെത്ര എന്താ പറയുക, എത്ര പാരഗ്രാഫ്സ് അല്ലെങ്കിൽ കോളംസ് ആയിട്ട് ഈ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യണം. നിങ്ങൾ പേപ്പറിലൊക്കെ കാണുന്ന പോലെ അല്ലേ, ന്യൂസ് പേപ്പർ കാണാൻ നിങ്ങൾക്ക് 2-3 കോളായിട്ടാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് വരും, അങ്ങനെ വരുന്നോ, അല്ലെങ്കിൽ അലൈൻമെൻറ്റ് ലെഫ്റ്റോ റൈറ്റോ ഏത് അലൈൻമെൻറ്റാണ് വേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നതാണെന്ന് പറയുക പേജ് ഫോർമാറ്റിംഗ്. അതുപോലെ ഹെഡറും ഫൂട്ടറും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്താൽ കാണാൻ നിങ്ങൾക്ക് അല്ലേ, ഓരോ പേജിനും അടിയിൽ ഒരു പേജ് നമ്പർ ഉണ്ടാവും, അതേപോലെ മുകളിൽ ഒരു ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ ടൈറ്റിലൊക്കെ കാണാൻ പറ്റും, ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറയും. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നതിനെയാണ് പേജ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പേജ് തുറന്നു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ വരുന്നു അതൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു ഇങ്ങനെ ഒരു ബുക്ക്, ഒരു ടെക്സ്റ്റ് ബുക്കൊക്കെ അല്ലെങ്കിൽ ഒരു പേജ് എന്താകും ആവട്ടെ, ഇവിടെ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ എക്സാമ്പിൾ കാണാം, അതിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ, മാർജിന്, അതുപോലെ ബോർഡർ എത്ര കൊടുക്കണം, ആൻഡ് ഹെഡറും ഫൂട്ടറും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പേജ് ഫോർമാറ്റിങ്ങിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. സോ അതിൽ വരുന്ന ഓരോ കാര്യങ്ങളാണ് പേജ് മാർജിൻസ്. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. പേജ് മാർജിൻ എന്നാൽ പേജിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ വരുന്ന അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുന്ന ലെറ്റർ എവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം, എത്ര ഗ്യാപ്പ് വിടണം, എഡ്ജിൽ നിന്ന്, അതാണ് പേജ് മാർജിൻസ് മീൻ ചെയ്യുന്നത്. ബ്ലാങ്ക് സ്പേസ് എത്ര വിടണം, എഡ്ജ് ടു ടെക്സ്റ്റ് അറിയുന്നതാണ് അല്ലേ മാർജിൻ. രണ്ടാമത്തത് മോഡിഫൈ പേജ് മാർജിൻസ് ആൻഡ് ഓറിയൻറ്റേഷൻ. അതിൻ്റെ മാർജിൻസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, സിംഗിൾ ലൈൻ ആണോ ഡബിൾ ലൈൻ വേണോ അങ്ങനത്തെ ഒക്കെ ചൂസ് ചെയ്യുന്നതാണ്. അതാണ് പിന്നെ രണ്ടാമത് വരുന്ന ടോപ്പിക്ക്. മൂന്നാമത്തത് ചേഞ്ച് സൈസ് ഓഫ് ദി പേജ് ഓർ കോളം. അതായത് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് പേജ് A4 വേണോ, A3 വേണോ, അല്ലെങ്കിൽ ലെറ്റർ സൈസ് ആണോ, ഏതാണോ അതിൻ്റെ പേജിൻ്റെ സൈസ്, എത്ര സൈസിൽ വേണോ നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ നമ്പർ ഓഫ് കോളംസ്, ഒരു കോളമായിട്ടാണ് നിങ്ങൾ എല്ലാം ടൈപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 2-3 കോളമായിട്ടാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത്. കോളം മീൻസ് നിങ്ങൾ പേപ്പർ, ന്യൂസ് പേപ്പർ, ഞാൻ നേരത്തെ പറഞ്ഞു ന്യൂസ് പേപ്പർ എടുത്താൽ അതിൽ ന്യൂസ് വായിക്കാറില്ലേ, 2-3 കോളമായിട്ടാണ് ന്യൂസ് കൊടുക്കുക, അതേപോലെ ടൈപ്പ് ചെയ്യണം. അതൊക്കെ ചൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് കോളംസ് പറയുന്നത്. ദെൻ ഇൻസേർട്ട് കോമൺ ഹെഡർ ആൻഡ് ഫൂട്ടർ. ഹെഡർ ആൻഡ് ഫൂട്ടർ എന്താണെന്ന് ബ്രീഫായിട്ട് പറഞ്ഞു, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത്. ഒരു ഹെഡർ ആൻഡ് ഫൂട്ടർ കൊടുക്കുന്ന എങ്ങനെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്രിയേറ്റ് പേജ് ബ്രേക്ക്, ഒരു വലിയ പേജ് ബ്രേക്ക് ചെയ്ത് ന്യൂ പേജിലേക്ക് പോകുന്ന എങ്ങനെയാണെന്നുള്ളത്. ഇൻസേർട്ട് കവർ പേജ്, നിങ്ങൾക്കറിയാം കവർ പേജ് എന്താണെന്നുള്ളത്, ഒരു എന്താ പറയുക ഡിസൈനൊക്കെ കൂടിയിട്ടുള്ള ഒരു പേജ് കൊടുക്കണം നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ എവിടെയെങ്കിലും. അപ്പം കവർ പേജ് ആഡ് ചെയ്യാൻ പറ്റും. ഇൻബിൽറ്റ് ആയിട്ട് ഒരുപാട് കവർ പേജുകളുണ്ട് നമ്മുടെ വേർഡിലൊക്കെ, MS വേർഡിൽ. അതിലേതെങ്കിലും ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഡിസൈൻസ് അവിടെ ഉണ്ടാവും. അതാണ് കവർ പേജ്. ഇൻസേർട്ട് ബ്ലാങ്ക് പേജ്. സോ ഒരുപാട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് പോയി, അപ്പോഴാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഏതെങ്കിലും 2 പേജിൻ്റെ ഇടയ്ക്ക് ഒരു ന്യൂ പേജ് വെച്ചിട്ട് അവിടെ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യണം. അതിനാണ് ബ്ലാങ്ക് പേജ് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയ്യുന്നത്. അതൊക്കെ പേജ് ഫോർമാറ്റിങ്ങിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പേജ് മാർജിൻസ് നോക്കാം. ഓക്കെ, പേജ് മാർജിൻസ് ഞാൻ നേരത്തെ പറഞ്ഞു. പേജ് മാർജിൻസ് ആർ ബ്ലാങ്ക് സ്പേസ് അറൗണ്ട് ദി എഡ്ജസ് ഓഫ് ദി പേജ് അല്ലേ. ഒരു പേജിൻ്റെ എഡ്ജ് മുതൽ നമ്മൾ വിടുന്ന ബ്ലാങ്ക് സ്പേസിനാണ് എന്ത് പറയുക, പേജ് മാർജിൻ എന്ന് പറയുന്നത്. MS Word ഓഫർ സെവറൽ പേജ് മാർജിൻസ് ഓപ്ഷൻസ്. വി ക്യാൻ യൂസ് ഡിഫാൾട്ട് പേജ് മാർജിൻ ഓർ സ്പെസിഫൈ അവർ ഓൺ. ഒരുപാട് ടൈപ്പ് പേജ് മാർജിൻസ് ഉണ്ട് MS Wordൽ. അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആവശ്യാനുസരണം ചൂസ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് 5 മാർജിൻസ് ഉണ്ട്. ഇതിൽ നിങ്ങൾ ആദ്യത്തെ 4 നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, ടോപ്പ്, ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ്.
അതാർക്കും സംശയം ഉണ്ടാകാൻ വഴിയില്ല അല്ലെ. ടോപ്പ് പറഞ്ഞാൽ പേജിൻ്റെ ടോപ്പിൽ, ലെഫ്റ്റിൽ, റൈറ്റിൽ, ബോട്ടം. ദെൻ ലാസ്റ്റ് വേണ്ട ഒരു ഗട്ടർ മാർജിൻ. അത് നിങ്ങൾ ഭൂരിഭാഗം ആൾക്കാരും ചിലപ്പം കേട്ടിട്ടുണ്ടാവില്ല, ഗട്ടർ മാർജിൻസ്. സോ ഈ ഗട്ടർ മാർജിൻ എന്താ, any ഐഡിയ? ഈ ഗട്ടർ മാർജിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം ഒരു സപ്പോസ് നിങ്ങളിപ്പം ഈ സെമസ്റ്റർ 6th സെമസ്റ്ററിൽ പ്രൊജക്റ്റ് ചെയ്യും അല്ലേ. ഒരു എല്ലാവർക്കും പ്രൊജക്റ്റ് ഉണ്ട്. ആ പ്രൊജക്റ്റ് ചെയ്ത് അത് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിൻറ്റ് ചെയ്യണം. പ്രിൻറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ബൈൻഡ് ചെയ്യും അല്ലേ. അപ്പോൾ ബൈൻഡ് ചെയ്യാൻ എന്ത് വേണം, ഒരു പേജിന് ഒരു സ്പേസ് വേണം അല്ലേ. ഒരു പേജ് പ്രിൻ്റ് എടുത്ത് അതിൽ ടൈപ്പ് ചെയ്ത് ബൈൻഡ് ചെയ്യുമ്പം ഒരു എക്സ്ട്രാ സ്പേസ്, അതായത് മാർജിൻ കൂടാതെ കുറച്ചും കൂടെ എക്സ്ട്രാ സ്പേസ് നമുക്ക് അവിടെ ആവശ്യമുണ്ട്, അതായത് ബൈൻഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ളത്. അങ്ങനെ നമ്മൾ വിടുന്ന സ്പേസിനാണ് എന്ത് പറയുക, ഗട്ടർ മാർജിൻ. അങ്ങനെ വിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങൾ സാധാരണ പോലെ ബോർഡർ കൊടുത്തു അല്ലെങ്കിൽ മാർജിൻ വിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ബൈൻഡ് ചെയ്യുമ്പം ഈ മാർജിൻസ് അല്ലെങ്കിൽ ബോർഡറൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, ബൈൻഡ് ചെയ്തതിൻ്റെ ഉള്ളിലേക്ക് പോയി പോകാനൊരു ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു മാർജിൻ്റെ പുറമെ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും, എക്സ്ട്രാ കുറച്ചും കൂടെ സ്പേസ് വിടും. അത് ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടൊക്കെയാണ്. ഇതാണ് ഗട്ടർ മാർജിൻ എന്നതിന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഓരോ മാർജിനും എന്താണെന്ന് നോക്കാം. സോ മോഡിഫൈ പേജ് മാർജിൻസ് ആൻഡ് ഓറിയൻറ്റേഷൻസ്. എങ്ങനെയാണ് ഒരു പേജ് മാർജിൻസ് നമ്മൾ ഡിഫാൾട്ടായിട്ട് എല്ലാ ഒരു ന്യൂ ബ്ലാങ്ക് പേജ് എടുത്താൽ അതിന് മാർജിൻ ഉണ്ടാവും. നിങ്ങൾക്ക് ആവശ്യാനുസരണം അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്പുകൾ ഉപയോഗിക്കേണ്ടത്. ക്ലിക്ക് പേജ് ലേഔട്ട് ടാബ് ഓൺ റിബൺ. സോ റിബൺ ആണ് ഇവിടെ. നിങ്ങൾ റിബണിൽ പേജ് ലേഔട്ട് എന്നുള്ളൊരു ടാബ് കാണാം. നമ്മൾ ഓൾറെഡി 7 ടാബ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ ഹോം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, അതുപോലെ പേജ് ലേഔട്ട് എന്നുള്ള ടാബ് ഉണ്ട്. ആ ടാബ് ക്ലിക്ക് ചെയ്യാം നിങ്ങൾ. അപ്പോൾ അതിൽ ഒരുപാട് റിബണിൽ ഒരുപാട് മെനൂസ്, ഷോർട്ട് മെനൂസ് കാണും. അതിൽ പേജ് സെറ്റപ്പ് ഗ്രൂപ്പ് എന്നുള്ളൊരു മെനു ഉണ്ട്. ഓക്കെ, പേജ് സെറ്റപ്പ് ഗ്രൂപ്പ്. അതിൽ ക്ലിക്ക് ഓൺ മാർജിൻസ്. അതിൽ മാർജിൻസിൽ പോയി നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ദെൻ ക്ലിക്ക് ഡിഫാൾട്ട് മാർജിൻ. അതിലേതെങ്കിലും ക്ലിക്ക് ഡിഫാൾട്ടായിട്ട് മാർജിൻസ് ഉണ്ടാവും. അതായത് ഒരുപാട് അവർ പ്രീ സെറ്റഡ് ആയിട്ടുള്ള ഒരുപാട് മാർജിൻസ്, അതായത് ടോപ്പിൽ ഇത്ര, ലെഫ്റ്റ് ഇത്ര, റൈറ്റ് ഇത്ര എന്നൊക്കെ ഓൾറെഡി അവർ സെറ്റ് ചെയ്ത് വെച്ച ഒരുപാട് മാർജിൻസ് ഉണ്ടാവും. ചെറുതും വലുതായിട്ടുള്ള നാരോ ഉണ്ടാവും അല്ലെ, മീഡിയം, ലാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സൈസിൽ അവർ മാർജിൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവർ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒന്നെങ്കിൽ അത് യൂസ് ചെയ്യാം, അതല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റം മാർജിൻസ് ആയിട്ടും ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. കസ്റ്റം മാർജിനെ സെറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ കസ്റ്റം മാർജിനുള്ള ഓപ്ഷൻ കാണും അടിയിൽ, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ഡയലോഗ് ബോക്സ് തുറന്നു വരും. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോപ്പ് എത്ര, ബോട്ടം എത്ര, ലെഫ്റ്റ് എത്ര, റൈറ്റ് എത്ര, ആൻഡ് ഗട്ടർ മാർജിൻ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പാണ് പേജ് ലേഔട്ട്, മാർജിൻ, കസ്റ്റം മാർജിൻ. അതായത് നിങ്ങൾക്ക് ആവശ്യാനുസരണമുള്ള മാർജിൻ സെറ്റ് ചെയ്യാനാണ്. നമ്പേഴ്സ് ടൈപ്പ് ചെയ്ത് മാർജിൻ ടൈപ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ മാർജിൻ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. പേജ് ലേഔട്ട്, മാർജിൻ, കസ്റ്റം മാർജിൻ. ആ കസ്റ്റം മാർജിൻ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പേജ് സെറ്റപ്പ് എന്നുള്ളൊരു ഇത് വരും. അതിൽ ടോപ്പ്, ലെഫ്റ്റ് എത്രയാണ്, ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ്, ഇതെല്ലാം ഒരു നമ്പേഴ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് കൂടെ നിങ്ങൾക്ക് ഗട്ടർ മാർജിൻ ഉണ്ടെങ്കിൽ അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഗട്ടർ മാർജിന് 2 സ്ഥലത്ത് വരും. ഒന്നെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ ടോപ്പ് സൈഡിൽ അല്ലേ. അതായത് നിങ്ങൾ സാധാരണ നിങ്ങളെ റെക്കോർഡ് അല്ലെങ്കിൽ പ്രൊജക്റ്റൊക്കെ ബൈൻഡ് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണോ അല്ലേ ബൈൻഡ് ചെയ്യുക. അതേപോലെ നമ്മൾ കോളേജിൽ അറ്റൻഡൻസ് ഷീറ്റ് കണ്ടിട്ടുണ്ടാവും അല്ലേ, അതിലെവിടെ ബൈൻഡിങ്, ടോപ്പ് സൈഡിലാണ് വരുന്നത് അല്ലേ. പേജ് ഇങ്ങനെയാണ് നമ്മൾ മറിക്കാറ്. സോ ഗട്ടറിൻ്റെ പൊസിഷൻ എവിടെയാണെന്നുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, സോ ഇത് വേണമെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് തുറക്കുന്നത് എന്നുള്ളത്. സോ വി ഓപ്പൺ മൈക്രോസോഫ്റ്റ്. എങ്ങനെയാണെന്നുള്ളത് അറിയാമല്ലോ നിങ്ങൾക്ക്. MS വേർഡ് തുറക്കാൻ വേണ്ടിയിട്ട് യു ഗോ ടു ഓൾ പ്രോഗ്രാംസ്. സോ തൽക്കാലം ഞാനിവിടെ ഇത് ചർച്ച ചെയ്ത് കൊടുക്കുകയാണ്. MS വേർഡ് 2007 ക്ലിക്ക് ചെയ്തു. സോ ഈ മാർജിൻ സെറ്റ് ചെയ്യുന്നതൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അത് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഈ പറയുന്ന സാധനങ്ങൾ ഞാനൊന്ന് ഇവിടുന്ന് കാണിച്ചു തരാം. ഇതാണ് ഇപ്പം വളരെ ഡിഫാൾട്ട് ഒരു ബ്ലാങ്ക് പേജ് തുറന്നു വന്നു. ഞാൻ ബോർഡർ സെറ്റ്, മാർജിൻ സെറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്. സോ പേജ് ലേഔട്ട് ക്ലിക്ക് ചെയ്യുന്നു ഞാൻ. ഇതിൽ ഇവിടെ പേജ് സെറ്റപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് മാർജിൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ സ്റ്റെപ്സ്. മാർജിൻ ക്ലിക്ക് ചെയ്യുന്നു. ഇതാണ് ഇതിൽ പറഞ്ഞ ഡിഫാൾട്ട് ആയിട്ടുള്ള കുറേ പ്രീ സെറ്റഡ് ഫോംസ്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് തോന്നുന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. നോർമൽ, നാരോ, മോഡറേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊക്കെ സൈസോട് കൊടുത്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്താൽ ആ ബോർഡർ മാർജിനിലേക്ക് ഇത് മാറും. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരിച്ച് സെറ്റ് ചെയ്യെങ്കിൽ ഇവിടെ കസ്റ്റം മാർജിൻ ക്ലിക്ക് ചെയ്തു ഞാൻ. ഇതിൽ ടോപ്പ് എത്രയാണ്, 2, ബോട്ടം എത്രയാണ്, 3, ആൻഡ്
ലെഫ്റ്റിൽ ഞാൻ 2 കൊടുത്തു, ഞാൻ റൈറ്റിൽ 1 കൊടുത്തു. ഇതിൻ്റെ ഇഷ്ടാനുസരണം തന്നെയാണ്. ഇനി ഗട്ടർ മാർജിൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക, ഒരു 3. ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡെമോ കാണാം എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത്. ഇനി ഗട്ടർ മാർജിൻ ഇല്ല, 0 ആണെങ്കിൽ അതവിടെ കാണിക്കും. ഓക്കെ, സോ ഇവിടെ ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ലെഫ്റ്റിൽ ഇത് കൂട്ടുമ്പോൾ കണ്ടോ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ബ്ലാങ്ക് സ്പേസ് കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. അതിന് ഓരോന്നിനും മാറാൻ പറ്റും. ഇനി ഗട്ടർ മാർജിൻ്റെ പൊസിഷൻ ടോപ്പും ലെഫ്റ്റും 2 പൊസിഷൻസ് ഉണ്ടാവുക, ഏത് എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ദെൻ ഓക്കെ അടിച്ചാൽ ആ പേജ് സെറ്റപ്പ്, നിങ്ങൾ സെലക്ട് ചെയ്ത പേജ് സെറ്റപ്പിലേക്ക് മാർജിൻ സെറ്റ് ആവും. ക്ലിയർ ആണോ അത്? ഇനി നമുക്ക് നമ്മൾ PPT-യിലേക്ക് തന്നെ പോകാം. സോ പേജ് മാർജിൻസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ടു ചേഞ്ച് ഓറിയൻറ്റേഷൻ, സൈസ് ഓർ കോളം ഓഫ് എ പേജ്. ഇനി നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെ പോകണം, അതായത് ഓറിയൻറ്റേഷൻ എങ്ങനെയാണെന്നുള്ളത്. അതായത് പേജ് നിങ്ങൾക്കറിയാം 2 ടൈപ്പിലുണ്ട്, ലാൻഡ്സ്കേപ്പും അതേപോലെ പോർട്രേറ്റും അല്ലേ. അതായത് ഈ ഒരു സൈസിലാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിൻ്റൊക്കെ കൊടുക്കുമ്പോൾ അറിയാം ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രെഡ്ത്ത് കൂടുതലും ഹൈറ്റ് കുറവായിരിക്കും അല്ലേ. അതുപോലെ പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് കൂടുതലും ബ്രെഡ്ത്ത് കുറവും. ആ രീതിയിൽ ഉണ്ടാവുന്നതാണ് 2 ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. അത് സെറ്റ് ചെയ്യുന്നത് ആൻഡ് സൈസ് സെറ്റ് ചെയ്യുന്നത്, പേജിൻ്റെ സൈസ് സെറ്റ് ചെയ്യുന്നതാണ്. ദെൻ കോളം ഓഫ് പേജ്, ഒരു പേജിൽ എത്ര കോളംസ് വേണമെന്നുള്ള സെറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യം, എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് ആൻഡ് ഡെമോ കാണിച്ചു തരാം. ക്ലിക്ക് ഓൺ ദ പേജ് ലേഔട്ട് ടാബ്. അഗെയിൻ ഈ ടാബ് ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെയാണ് മാറിപ്പോകാൻ ചാൻസ് ഉള്ളത്. ഈ ഓറിയൻറ്റേഷൻ, സൈസ്, കോളം, പേജിനൊക്കെ എന്ത് ചെയ്യണം, പേജ് ലേഔട്ട് ക്ലിക്ക് ചെയ്യുന്നു. ദെൻ പേജ് സെറ്റപ്പ് ഗ്രൂപ്പ്, തൊട്ടുമ്പോൾ കണ്ട അതേ ഗ്രൂപ്പിൽ ക്ലിക്ക് ഓൺ ഓറിയൻറ്റേഷൻ ഓർ സൈസ് ഓർ കോളം, ഡ്രോപ്പ് ഡൗൺ ആരോ. നിങ്ങൾക്ക് ഏതാണോ അതിൽ സെലക്ട് ചെയ്യാനുള്ളത്. അതായത് പേജ് ഓറിയൻറ്റേഷൻ മാറ്റണമെങ്കിൽ ഓറിയൻറ്റേഷൻ സെലക്ട് ചെയ്യാം, സൈസ് മാറ്റണമെങ്കിൽ സൈസ് ക്ലിക്ക് ചെയ്യാം, ആൻഡ് കോളം ചേഞ്ച് ചെയ്യണമെങ്കിൽ കോളം എന്നുള്ള ഓപ്ഷൻ ഡ്രോപ്പ് ഡൗൺ ആയതുകൊണ്ട് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആവശ്യമുള്ള അനുസരണം ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ഇവിടെ ഒരു പേജ് ലേഔട്ട്. തൊട്ട് മുമ്പ് കണ്ട പേജ് ലേഔട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട മാർജിൻസ് ലൈൻ. തൊട്ടടുത്ത് തന്നെ ഓറിയൻറ്റേഷൻ കാണാം നിങ്ങൾക്ക്. 2 ടൈപ്പ്, പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും. പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് കൂടുതലും ബ്രെഡ്ത്ത് കുറവുള്ളത്, ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ ഇതും. ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തത് കോളം സെറ്റ് ചെയ്യുന്നതാണ്. ബൈ ഡിഫാൾട്ട് 1 കോളമാണ്. അത് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതെല്ലാം ഒരു കോളായിട്ടാണ് എന്ത് ചെയ്യുക, നമ്മുടെ വേർഡ് ഡോക്യുമെൻ്റ് വരിക. അപ്പം കോളംസിൻ്റെ എണ്ണം കൂട്ടണമെങ്കിൽ പേജ് ലേഔട്ടിൽ പോവുക, കോളം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ 1 കോളമാണ് ഡിഫാൾട്ട് ഉണ്ടാവുക. 2 ആക്കണേ 2 ആക്കാം, 3 ലെഫ്റ്റിൽ വലുതും സ്മോളും റൈറ്റിൽ വലുതും, ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. ഓക്കെ, മൂന്നാമത്തത് പേജിൻ്റെ സൈസ് മാറ്റുന്നതാണ്. അഗൈൻ പേജ് ലേഔട്ട് ടാബിൽ ഇവിടെ സൈസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം നിങ്ങൾക്ക്. അതിൽ പോവുക. ലെറ്റർ ആണെങ്കിൽ അതിൻ്റെ സൈസ് ഇത്ര, A4 ആണെങ്കിൽ ഇത്ര 21 സെൻറ്റിമീറ്റർ, 29.7 സെൻറ്റിമീറ്റർ അതിൻ്റെ ഡയമെൻഷനാണ്. A3 ആണെങ്കിൽ വേറൊരു ഡയമെൻഷനാണ്. അപ്പം ഏതാണോ നിങ്ങളുടെ സൈസ് ആ സൈസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ വേറെ കാണിക്കുന്നില്ല, ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ തന്നെയുണ്ട്. സോ പേജ് ലേഔട്ടിൽ പേജ് സെറ്റപ്പ് എന്നുള്ള ഗ്രൂപ്പിലാണ് ഇതെല്ലാം ഉള്ളത്. അതിൽ ഓറിയൻറ്റേഷൻ ചെയ്യണമെങ്കിൽ ഓറിയൻറ്റേഷൻ ക്ലിക്ക് ചെയ്യുക. പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ ചൂസ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തത് സൈസ് മാറ്റണമെങ്കിൽ പേജ് ലേഔട്ടിൽ സൈസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസ് അത് കൊടുക്കുക. ദെൻ മൂന്നാമത്തത് നമ്പർ ഓഫ് കോളംസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ പേജ് ലേഔട്ടിൽ പേജ് സെറ്റപ്പ് ഗ്രൂപ്പിൽ കോളം എന്നുള്ള ബട്ടൺ ഉണ്ട്, അതിന് ഡ്രോപ്പ് ഡൗൺ ആയി ക്ലിക്ക് ചെയ്യുക. അതിൽ എത്ര കോളമായിട്ടാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് ഈ പേജ് ഓറിയൻറ്റേഷൻ, അതേപോലെ സൈസ്, കോളം, നമ്പർ ഓഫ് കോളമിൻ്റെ പേജ് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് വേറെ കാണിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഈ പിക്ചർ കണ്ടാൽ തന്നെ അണ്ടർസ്റ്റുഡ് ആണ്. ഇനി പേജ് ബോർഡർ ആൻഡ് അതിന് കളറും. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പേജ് മാർജിനാണ്, രണ്ടാമത് വേറെ ലേഔട്ടും സൈസും ഒക്കെ. അപ്പോൾ പേജ് ബോർഡറും പേജ് മാർജിൻ തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ. ബോർഡർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ലൈൻ ഉണ്ടാവും, അതായത് എവിടെയാണോ നമ്മുടെ മാർജിൻ അവസാനിക്കുന്നത് അവിടെ ഒരു ലൈൻ വരക്കുന്നതിനാണ് നമ്മൾ പറയുക ബോർഡേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് അതിൻ്റെ കളറും ചേഞ്ച് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്കിനി. ക്ലിക്ക് ഓൺ പേജ് ലേഔട്ട് ടാബ് ആൻഡ് സെയിം ടാബാണ്. പേജ് ലേഔട്ട് ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു റിബണിൽ. ആൻഡ് ഓൺ ദി പേജ് ബാക്ക്ഗ്രൗണ്ട് ഗ്രൂപ്പ് ക്ലിക്ക് പേജ് കളർ ഓർ പേജ് ബോർഡർ. ഇപ്പോൾ പേജ് നേരത്തെ ഇതുവരെ പറഞ്ഞ പേജ് സെറ്റപ്പ് ഗ്രൂപ്പ് ആയിരുന്നു അല്ലേ. തൊട്ട് മുമ്പ് പറഞ്ഞതെല്ലാം പേജ് സെറ്റപ്പ് ഗ്രൂപ്പ് ആയിരുന്നു. ഇനിയുള്ളത് പേജ് ഗ്രൗണ്ട് ഗ്രൂപ്പാണ്, പേജ് ബാക്കപ്പ് ഗ്രൗണ്ട് എന്നുള്ള ഗ്രൂപ്പാണ്. അതിൽ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾ അതിൽ പേജിൻ്റെ കളർ സെലക്ട് ചെയ്യാൻ പറ്റും, അതേപോലെ പേജിൻ്റെ ബോർഡർ സെലക്ട് ചെയ്യാൻ പറ്റും. ഡ്രോപ്പ് ഡൗൺ ആരോ മെനു ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. അപ്പോൾ അത് ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ വേർഡ് ഡോക്യുമെൻ്റ് പോവുക, പേജ് ലേഔട്ട് പോവുക. ഇവിടെ പേജ് ബാക്ക്ഗ്രൗണ്ട് കാണാം നിങ്ങൾക്ക്.
സോ പേജിൻ്റെ കളർ ബൈ ഡിഫോൾട്ട് വൈറ്റ് ആണ്, ബ്ലാക്ക് ആക്കാം, വേറെ ഏതെങ്കിലും കളർ യെല്ലോ ഒക്കെ കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക്. അപ്പം പേജ് കളർ എന്നുള്ള ഓപ്ഷൻസ് ഞാൻ ബ്ലാക്ക് ലൈൻ നിർത്തി. ദെൻ പേജ് ബോർഡർ ഇതാണ്, ഇവിടെ തൊട്ടടുത്ത് തന്നെ കാണാം നിങ്ങൾക്ക്. അതിൽ നിങ്ങൾക്ക് ഇപ്പം നണ്ണാണുള്ളത്, ബോക്സ് ടൈപ്പ് 4 ഭാഗത്തും വരും. ഇവിടെ ഡെമോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ തിക്നെസ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ആൻഡ് തിക്ക് ഡബിൾ ലൈൻ ഞാൻ ഓക്കെ കൊടുത്താൽ കാണാം, ഇവിടെ ഇങ്ങനെ വരും. ഇനി ഇതല്ല, വേറെയും ഒരുപാട് ഡിസൈൻസ് ഉണ്ടാവും ഇവിടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആർട്ട്, അതായത് പേജ് ബോർഡറിൽ വേണമെങ്കിൽ ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. സ്റ്റാർ ഇട്ടിട്ട് ബോർഡർ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇറ്റ്സ് അപ് ടു യു. അപ്പം പേജ് ഈ സെറ്റിങ്സ് ഓർത്ത് വെക്കുക. പേജ് ലേഔട്ട്, പേജ് ബാക്ക്ഗ്രൗണ്ട് ഗ്രൂപ്പിൽ പേജ് കളർ ആൻഡ് പേജ് ബോർഡർ. ഒരു കാര്യം അവിടെ പറയാത്തത്, വാട്ടർമാർക്ക്. നിങ്ങൾ പേജിൽ ഇപ്പം യൂണിവേഴ്സിറ്റിൻ്റെ ക്യാൻസർ ഷീറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൽ യൂണിവേഴ്സിറ്റിയുടെ സിമ്പിളൊക്കെ കാണാമല്ലേ, അത് വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. ഇതങ്ങനെ ഈ പേജ് ബാക്ക്ഗ്രൗണ്ട് ഗ്രൂപ്പിൽ എന്താണോ നിങ്ങൾ കൊണ്ട് ഇപ്പം ഇങ്ങനെ 3-4 സ്റ്റൈൽ ഇവിടെ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് കൊടുത്താൽ ഡു നോട്ട് കോപ്പി, ഇത് വാട്ടർമാർക്കായിട്ട് ആ പേജിൽ അവിടെ ഉണ്ടാവും. ഓക്കെ, ഇതവിടെ ഇല്ല. അപ്പം ഇതൊന്ന് ഓർത്ത് വെക്കുക. പേജ് ലേഔട്ടിൽ പേജ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള പോയിട്ട് വാട്ടർമാർക്ക്. ഓക്കെ, ഇനി അപ്ലൈയിങ് പേജ് ബോർഡർ ആൻഡ് കളർ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഹെഡർ ആൻഡ് ഫൂട്ടർ ഇൻഫർമേഷൻ. അപ്പം ഹെഡർ ആൻഡ് ഫൂട്ടർ എന്താണെന്ന് ബേസിക് ധാരണ നിങ്ങൾക്ക് ഉണ്ട് ഞാൻ വിചാരിക്കുന്നു, ഇല്ലാത്തവർക്ക് വേണ്ടി പറയാം. ഉദാഹരണത്തിന് നിങ്ങളൊരു ടെക്സ്റ്റ് ബുക്ക് എടുക്കാം. അപ്പോൾ അതിൽ പേജ് നമ്പേഴ്സ് കാണാം നിങ്ങൾക്ക് അടിയിലല്ലേ, അത് ഫൂട്ടർ എന്ന് പറയും. അടിയിലുള്ളത് ഫൂട്ടർ. അതിൽ ഡിഫറെൻറ്റ് സ്റ്റൈലുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതേപോലെ ഹെഡർ എന്ന് പറഞ്ഞാൽ എല്ലാ പേജിൻ്റെയും ടോപ്പിൽ നമുക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് കൊടുക്കണമെങ്കിൽ അതിന് ഹെഡർ എന്നാണ് പറയാം. അപ്പോൾ ഉദാഹരണത്തിന് ഒരു ചാപ്റ്ററിൻ്റെ പേര് കൊടുക്കും ചില ബുക്കിൽ ബുക്കിൻ്റെ പേരായിട്ടൊക്കെ ഉണ്ടാവുക. ഈ സാധനത്തിനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ കൊടുക്കുന്നതിനാണ് ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതുവരെ പറഞ്ഞ പേജ് സെറ്റപ്പ് എല്ലാം പേജ് ലേഔട്ട് എന്നാണെങ്കിൽ ഹെഡർ ആൻഡ് ഫൂട്ടർ എന്നുള്ളത് പ്രത്യേകം ഓർത്ത് വെക്കുക, ഇൻസേർട്ട് മെനുവിലാണുള്ളത്. ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, സോ ഹെഡർ ആൻഡ് ഫൂട്ടർ ഈസ് യൂസ്ഫുൾ ടു ഇൻസേർട്ട് ഇൻഫർമേഷൻ സച്ച് ആസ് പേജ് നമ്പർ, ഡേറ്റ് എക്സെട്ര. അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കാനാണ്, ചാപ്റ്റർ നെയിം എക്സെട്ര. സോ അതിന് സ്റ്റെപ്പാണ് ക്ലിക്ക് ഓൺ ഇൻസേർട്ട് എന്നുള്ള മെനുവിലാണ് റിബണിൽ ഈ സാധനം ഹെഡർ ആൻഡ് ഫൂട്ടർ ഉള്ളത്. അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ഓൺ ഹെഡർ ആൻഡ് ഫൂട്ടർ. അതിൽ ഒരുപാട് സ്റ്റൈൽ കാണാം നിങ്ങൾക്ക്. അതിൽ ഏതെങ്കിലും ഒരു സ്റ്റൈൽ ചൂസ് ചെയ്യാം. ദ ഹെഡർ ഓർ ഫൂട്ടർ ഡിസൈൻ ടാബ് വിൽ ബി ഡിസ്പ്ലേ ഓൺ ദ റിബണിൽ അതിൻ്റെ ടാബ് ചെയ്യും. ചൂസ് ദ ഇൻഫർമേഷൻ ദാറ്റ് യു വുഡ് ലൈക്ക് ടു ഹാവ് ഇൻ ദ ഹെഡർ ആൻഡ് ഫൂട്ടർ. അത് നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് ഹെഡർ ആൻഡ് ഫൂട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇതാണ് നമ്മുടെ വേർഡ് ഡോക്യുമെന്റ്. അതിൽ നമ്മൾ ഇൻസേർട്ട് മെനുവിലാണ്, ഞാൻ പറഞ്ഞു ഇൻസേർട്ട് മെനുവിലാണ് ഹെഡർ ആൻഡ് ഫൂട്ടർ ഉള്ളത്. ഇൻസേർട്ട് പോവാം. ഇവിടെ കാണാം ഹെഡർ. സോ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഒരുപാട് സ്റ്റൈൽ ചൂസ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു സ്റ്റൈൽ ചൂസ് ചെയ്ത് കൊടുക്കാം. ഇതിന് നിങ്ങൾ ആവശ്യമുള്ള കണ്ടന്റ് ടെക്സ്റ്റിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ചാപ്റ്റർ 1 കൊടുത്തു. ഇവിടെ വേറെ എന്തെങ്കിലും ഡേറ്റ് കൊടുക്കാം നമുക്ക്. അങ്ങനെ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതിവിടെ കൊടുക്കാം. ഇതാണ് ഹെഡർ. സോ ഇൻസേർട്ട് മെനു പോയിട്ട് ഹെഡർ. അപ്പോൾ ഇതിൽ ഒരുപാട് ഓപ്ഷൻ കാണാൻ നിങ്ങൾക്ക് അതിൻ്റെ എന്താ പറയുക സ്റ്റൈലും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അതൊക്കെ ക്ലിക്ക് ചെയ്യാം. ഇനി രണ്ടാമത്തത് ഫൂട്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു പേജിൻ്റെ ബോട്ടം സൈഡിൽ വരുന്നതാണ്. അതിലും ഒരുപാട് സ്റ്റൈൽസ് ഉണ്ട്. ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ സ്റ്റൈൽ ചൂസ് ചെയ്തു. ഇവിടെ എന്തെങ്കിലും ടെക്സ്റ്റ് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. MMOCS ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളത് ഞാൻ തൽക്കാലം അങ്ങനെ കൊടുത്തു. ആൻഡ് ഇവിടെ ഡിഫാൾട്ടായിട്ട് പേജ് നമ്പർ വരും. ഒന്നെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കും, അല്ലെങ്കിൽ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതിങ്ങനെ ഹെഡർ ആൻഡ് ഫൂട്ടർ ആയിട്ട് ഇങ്ങനെ വരും. ഓക്കെ, ഇനി അതേസമയം വേറൊരു ഓപ്ഷൻ കൂടെ ഇവിടെ കാണാൻ നിങ്ങൾക്ക് പേജ് നമ്പർ മാത്രം കൊടുക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ബോട്ടം എവിടെ കൊടുക്കണം എന്നുള്ളതും കൂടെ നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. ടോപ്പിലാണോ റൈറ്റിലാണോ ലെഫ്റ്റിലാണോ എന്നുള്ളതൊക്കെ. ഓക്കെ, ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾ പ്രൊജക്റ്റൊക്കെ എഴുതുമ്പം ചിലപ്പോൾ ആവശ്യം ഉണ്ടാവും. അപ്പോൾ ഒന്ന് നോക്കി വെക്കുക ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പം ഹെഡർ ആൻഡ് ഫൂട്ടർ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളൊരു ക്രിയേറ്റ് പേജ് ബ്രേക്ക്, ഒരു പേജ് ബ്രേക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അതായത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് പോയിട്ട് കുറേ പോയി, അപ്പം ഒരു പേജിന് നടുവിലെത്തിയിട്ട് തോന്നി ഇത് പുതിയ പേജിലേക്ക് പോകണം. അപ്പം ഈസി ആയിട്ട് എങ്ങനെയാണ് പേജ് ബ്രേക്ക് ചെയ്യാന്നാണ് നോക്കുന്നത്. അതിന് പേജ് ലേഔട്ട് പോവാം. ബ്രേക്ക് എന്നുള്ള ഓപ്ഷൻ കാണാൻ നിങ്ങൾക്ക് അവിടെ പേജ് ബ്രേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ ഇതാണ് പേജ് ലേഔട്ട് പോകുന്നു. അവിടെ പേജ് ബ്രേക്ക് എന്നുള്ള ഓപ്ഷൻ കാണും. അത് ഇവിടെ പേജ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ എന്ത് ചെയ്യും, ആ പേജ് ബ്രേക്ക് ചെയ്ത് പുതിയ പേജിലേക്ക് പോകും. അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്.
സോ തൽക്കാലം ഞാനിവിടെ എന്തെങ്കിലും ഇവിടെ ഉള്ളത് ഹെഡർ ആൻഡ് ഫൂട്ടർ ഒക്കെ ഞാൻ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഭാഗത്തിന് ശേഷം എനിക്ക് പുതിയ പേജിലേക്ക് പോകണമെങ്കിൽ ഇവിടെ മൗസ്, അതായത് ഈ ഇത്രയും ഭാഗം എനിക്ക് പുതിയ പേജിലേക്ക് പോകണം. അതങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ മൗസ് കഴ്സർ വെക്കുന്നു. പേജ് ലേഔട്ട് പോയാൽ ഇവിടെ ബ്രേക്ക് എന്നുള്ളത് കാണാം, നിങ്ങൾക്ക് മൗസ് കാണുമെന്ന് വിചാരിക്കുന്നു. അത് ക്ലിക്ക് ചെയ്തിട്ട് പേജ് ബ്രേക്ക്. സോ അവിടെ നിന്ന് അങ്ങോട്ടുള്ള എന്തായി പോയി, തൊട്ടടുത്ത പേജിലേക്ക് വന്നു. ഓക്കെ, അപ്പം ഇതാണ് ആ പേജ് ബ്രേക്കിൻ്റെ ഓപ്ഷൻ വർക്കിംഗ്. സോ ഇങ്ങനെ അത് പുതിയ പേജിലേക്ക് അത് പോകാൻ വേണ്ടി ഒരു പേജ് ബ്രേക്ക് ചെയ്ത് ന്യൂ പേജ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നർത്ഥം. സോ ഇൻസേർട്ട് എ കവർ പേജ്, ഒരു കവർ പേജ് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അതായത് ഒരു കവർ പേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊരു വലിയ ബുക്ക് ടൈപ്പ് ചെയ്യാൻ ചോദിക്കുക. അപ്പോൾ അതിൻ്റെ ചാപ്റ്ററിൻ്റെ നെയിമൊക്കെ നമുക്ക് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള പേജ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ചും കൂടെ ഡിഫൈൻഡ് അല്ല ആർട്ടിസ്റ്റിക്കൽ വർക്കൊക്കെ ഉള്ള ഒരു പേജ് വേണം നിങ്ങൾക്ക് എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള പേജുകൾ ഇൻബിൽട്ട് ആയിട്ട് ഒരുപാട് സ്റ്റൈൽ നമുക്ക് അവൈലബിൾ ആണ്. അതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ വേർഡിൽ കൊടുക്കാൻ പറ്റും. സോ ഇറ്റ് ഈസ് ഇൻസേർട്ട് എ കവർ പേജ് ആണ്. അപ്പം ഇൻസേർട്ട് മെനുവിലാണ് ഈ സാധനം ഉള്ളത്. സോ ഇൻസേർട്ട് മെനുവിൽ പോവുക, കവർ പേജ് ബട്ടൺ കാണാൻ നിങ്ങൾക്ക് അവിടെ ഒരു സ്റ്റൈൽ അതിൽ നിന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഹെഡിങ് കാര്യങ്ങളൊക്കെ കൊടുത്തു നോക്കുക. അപ്പോൾ ഇതൊരു ഡിഫാൾട്ട് സ്റ്റൈലാണ് ഇവിടെ ഉള്ളത്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. സോ ഇൻസേർട്ട് മെനു പോകുന്നു, ഇവിടെ കവർ പേജ് കാണാൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുക. ഒരുപാട് സ്റ്റൈൽസ് ഉണ്ട് ഇവിടെ. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ചൂസ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു സ്റ്റൈൽ ചൂസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിൽ വേണ്ട കണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. MMOCS അപ്പം ഡിഫാൾട്ട് വന്നു. ഓക്കെ, അപ്പം ഇത് ഡിഫാൾട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. കവർ പേജ് ആയിട്ട് ഇവിടെ വരും കേട്ടോ. നമ്മുടെ ഇപ്പം ഒരു ബുക്കൊക്കെ ചെയ്താണെങ്കിൽ ഒരു ഹെഡിങ് ഒക്കെ കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ഈ ഫോട്ടോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് വേറെ കൊടുക്കാം, അതിൻ്റെ പൊസിഷൻസൊക്കെ മാറ്റി കൊടുക്കാം. ഓക്കെ, ഇതാണ് കവർ പേജ്. അപ്പം ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇൻബിൽട്ട് ആയിട്ട് കിട്ടുന്നുണ്ട് അവിടെ. സോ നെക്സ്റ്റ് ഇൻസേർട്ട് എ ബ്ലാങ്ക് പേജ്. അപ്പം ഒരുപാട് പേജ് ടൈപ്പ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു ബ്ലാങ്ക് പേജ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് ഇൻസേർട്ട് ആണ്. സോ ഇൻസേർട്ട് മെനുവിൽ ഇൻസേർട്ട് പോവാം, ബ്ലാങ്ക് പേജ്. ഈസിയാണ്. ഇൻസേർട്ട് മെനു പോയാൽ ബ്ലാങ്ക് പേജ് കാണാൻ നിങ്ങൾക്ക്. അപ്പം തൊട്ട് മുമ്പ് കണ്ട കവർ പേജിൻ്റെ അടുത്ത് തന്നെ കാണാം നിങ്ങൾക്ക് ബ്ലാങ്ക് പേജ്. അപ്പം നിങ്ങൾ എവിടെയാണോ കഴ്സർ വെച്ചത് അതിന് തൊട്ട് താഴെയായിട്ട് ഒരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്ത് വരും. ഓക്കെ, അപ്പം ഇത്രയാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു വേർഡ് ഡോക്യുമെൻറ്റിൽ കുറച്ച് വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത്, അത് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ്, ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണ്, സേവ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതേപോലെ ഹെഡർ ആൻഡ് ബോർഡർ പേജ് ഫോർമാറ്റിംഗ്, പേജ് ലേഔട്ട് വെച്ചിട്ട് നമുക്ക് പേജ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്, മാർജിൻസ്, ബോർഡർ, ഹെഡർ ആൻഡ് ഫൂട്ടർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് നല്ലവണ്ണം നോക്കി വെക്കുക. അപ്പം തൽക്കാലം നമുക്ക് ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യാം. പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാണാനും ചെയ്യാനൊക്കെ ഈസിയാണ്, പക്ഷേ എക്സാമിന് ചോദിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ബുക്കിലാണ് എഴുതേണ്ടത്. അപ്പം അത് എഴുതി വരാൻ കുറച്ച്, അല്ലെങ്കിൽ എഴുതിയത് കറക്റ്റ് ആവണം, അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓർഡർ ഫോളോ ചെയ്യണം. അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ ഓർത്ത് വെച്ചിട്ട് എക്സാമിന് അതേപോലെ എഴുതാലേ മാർക്ക് കിട്ടുള്ളൂ. അതൊന്ന് മനസ്സിൽ വെക്കുക. തൽക്കാലം നമ്മൾ ബൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.